ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ അപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് വളരെയധികം സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 1 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 5 കഷ്ണം ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റവയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ റവയുടെ അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ബൗളിന് 1 ബൗൾ ശർക്കരപ്പാനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശർക്കരപ്പാനി നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ അരിച്ച് തണുപ്പിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ഒരു ശർക്കരപ്പാനിയും കൂടെ ഈ ജാറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. റവ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ റവ നല്ലതുപോലെ സോഫ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടത്തൊന്നുമില്ല, ചെറിയൊരു തരിത്തരിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. ഇനി ഇതൊരു 10 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ റവയൊക്കെ നല്ലതുപോലെ ശർക്കരപ്പാനിയിൽ കുതിർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റവ എടുക്കുന്ന അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കപ്പിന് 1 കപ്പ് അളവിൽ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പനിയാരം തയ്യാറാക്കുന്ന ചട്ടി സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മറ്റുള്ള എണ്ണകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകുന്നതായിരിക്കും. അതുകൊണ്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇതുപോലെ ഒന്ന് കോരിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തുളുമ്പി ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല, കാര്യം ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ലതുപോലെ പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു അളവിന് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒരു വശം വെന്ത് വന്നതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിടുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം സമയങ്ങളിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കരപ്പാനിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിലും പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടാണ്. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. നല്ലതുപോലെ പലഹാരം നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല. വലിയവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സോഫ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.